2023 +1 ഇക്കണോമിക്സ് എക്സാമിൻ്റെ 1 വേഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ സമത്വം കൈവരിക്കുന്നതിനായി നടപ്പിലാക്കിയ നടപടി ഏത്? ഓപ്ഷൻസ്: സാങ്കേതിക വിദ്യയിലെ പുരോഗതി, സ്വാശ്രയത്വം, ദെൻ ഭൂപരിഷ്കരണം, വൈവിധ്യവൽക്കരണം. ആൻസർ വരേണ്ടത് ഭൂപരിഷ്കരണമാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ കാർഷിക മേഖലയിൽ സമത്വം കൈവരിക്കുന്നതിനായി നടപ്പിലാക്കിയ നടപടി ഭൂപരിഷ്കരണം. ദെൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ പരോക്ഷ നികുതി ഏത്? ഓപ്ഷൻ നോക്കിയാൽ വരുമാന നികുതി ഡയറക്റ്റ് ടാക്സ് ആണ്, പ്രത്യക്ഷമാണ്. ദെൻ സാധന സേവന നികുതി, അതായത് നമ്മുടെ GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ദെൻ കോർപ്പറേഷൻ ടാക്സ്, സ്വത്ത് നികുതി. ഇതിൽ വരുമാന നികുതി നമ്മൾ ഡയറക്റ്റ് അടയ്ക്കുന്നതാണ്, കോർപ്പറേഷൻ നികുതി നമ്മൾ നേരിട്ട് അടയ്ക്കുന്നതാണ്, സ്വത്ത് നികുതിയും നമ്മൾ തന്നെ നേരിട്ട് അടയ്ക്കുന്നതാണ്. അതായത് ഡയറക്റ്റ് ടാക്സ് ആണ് ഈ പറഞ്ഞ മൂന്നും. അതിൽ ബി ഓപ്ഷൻ നോക്കുക, സാധന സേവന നികുതി, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്, പരോക്ഷ നികുതിയാണ്, ഓർത്തിരിക്കുക. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, സ്വതന്ത്രപൂർവ്വ ഇന്ത്യയിൽ ദാരിദ്ര്യരേഖ ചർച്ച ചെയ്യുന്നതിനായി ജയിൽ ജീവിത ചെലവ് ഉപയോഗിച്ചത് ആരാണ്? ജയിൽ കോസ്റ്റ് ഓഫ് ലിവിങ് നമുക്കറിയാം. ഓപ്ഷൻ VK റാവു അല്ല, ജവഹർലാൽ നെഹ്റു അല്ല, RC ദേശായി അല്ല, ദാദാബായ് നവറോജി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ജയിൽ ജീവിത ചെലവ് ഉപയോഗിച്ചത് ദാദാബായ് നവറോജിയാണ്. ദെൻ ഹോർട്ടിക്കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനം, ഫലങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ തുടങ്ങിയവയുടെ ഉൽപ്പാദനം, മത്സ്യ ഉൽപ്പാദനം, മൃഗപരിപാലനം. ഇവിടെ ആൻസർ വരേണ്ടത് ഫലങ്ങൾ, പച്ചക്കറികൾ, പൂക്കൾ തുടങ്ങിയവയുടെ ഉൽപ്പാദനമാണ് ഹോർട്ടിക്കൾച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചു വായിക്കുക ക്വസ്റ്റ്യൻ ഓരോന്നും. ഓപ്ഷൻസ്: നിർമ്മാണം, വ്യാപാരം, ഉൽപ്പാദനം, ഖനനവും ക്വാറിയിങ്ങും. അതായത് പ്രാഥമിക മേഖല, അഗ്രികൾച്ചർ മേഖലയിൽ നിർമ്മാണം വരില്ല, വ്യാപാരം വരില്ല, ഉൽപ്പാദനം വരില്ല. പിന്നെ വരുന്നത് ഖനനവും ക്വാറിയിങ്, മൈനിങ് ആൻഡ് ക്വാറിയിങ് ആണ് പ്രാഥമിക മേഖലയിൽ വരുന്നത്. അതാണ് D ആണ് ഇവിടുത്തെ ആൻസർ വരേണ്ടത്. ദെൻ നെക്സ്റ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, സാംഖ്യകത്തിൽ സമസ്തം, പോപ്പുലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രാജ്യത്തെ ആകെ ജനങ്ങളുടെ എണ്ണം, ലോകത്തെ ആകെ ജനങ്ങളുടെ എണ്ണം, പഠന മേഖലയിലെ ആകെ ഇനങ്ങൾ, പഠന മേഖലയിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇനങ്ങൾ. കൺഫ്യൂഷൻ ആവേണ്ട, സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നാണ്. സാംഖ്യകം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ സമസ്തം നമ്മൾ പറയില്ലേ, സമസ്ത അപരാധവും പുറത്തു തരണേന്നൊക്കെ. അപ്പോൾ അതുപോലെ രാജ്യത്തെ ആകെ ജനങ്ങളുടെ എണ്ണം അല്ല പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ദെൻ ലോകത്തെ ആകെ ജനങ്ങളുടെ എണ്ണം അല്ല. പിന്നെ പഠന മേഖലയിലെ ആകെ ഇനങ്ങൾ, അതാണ് കറക്റ്റ്. C ആണ് ഇവിടെ കറക്റ്റ്. സാംഖ്യകത്തിൽ പോപ്പുലേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പഠന മേഖലയിലെ ആകെ ഇനങ്ങൾ. വെറും പോപ്പുലേഷൻ ആണെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം എന്ന് പറയാം. നമുക്കിവിടെ പറയാൻ പറ്റുന്നത് പഠന മേഖലയിലെ ആകെ, ടോട്ടൽ, സമസ്ത അപരാധങ്ങളും എന്നൊക്കെ പറയില്ലേ, അതുപോലെ പഠന മേഖലയിലെ ആകെ ഇനങ്ങൾ ആണ് സാംഖ്യകത്തിൽ സമസ്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. D ഓപ്ഷൻ നോക്കിയാൽ പഠന മേഖലയിൽ തിരഞ്ഞെടുക്കുക, സെലക്റ്റീവ് അല്ല, സമസ്തം മുഴുവനും. ദെൻ ചുവടെ നൽകിയിരിക്കുന്നതിൽ ആവൃത്തി ഡയഗ്രാം ഏതാണെന്ന് വെച്ചാൽ ഹിസ്റ്റോഗ്രാം ആണ്. ഇവിടെ ചുവടെ തന്നിരിക്കുന്നവയിൽ ആവൃത്തി ഡയഗ്രാം, ഹിസ്റ്റോഗ്രാം. ദെൻ ഒരു ശ്രേണിയെ 2 തുല്യ ഭാഗങ്ങളായി വേർതിരിക്കുന്ന കേന്ദ്രീയ പ്രവണത അളവാണ് മധ്യാങ്കം, മീഡിയനാണ്. മീനിനെ നമ്മൾ മാധ്യം എന്ന് പറയും, മീഡിയനെ മധ്യാങ്കം, മോഡിനെ ബഹുലകം. ഇവിടെ എട്ടാമത്തെ ആൻസർ, ഒരു ശ്രേണിയെ 2 തുല്യ ഭാഗങ്ങളായി വേർതിരിക്കുന്ന കേന്ദ്രീയ പ്രവണത അളവാണ് മധ്യാങ്കം.